അനിവറാന ഗ്രാമപള്ളിയിലെ കാറ്റഗിസ്റ്റ് ഒരു ദിവസം വിളിച്ച് ഒരു അഭ്യർത്ഥന നടത്തി. അവരുടെ പള്ളിയുടെ മധ്യസ്ഥ ഫാത്തിമ മാതാവാണ്. അതുകൊണ്ട് തിരുനാൾ ആഘോഷിക്കുവാൻ മെയ് 13 അച്ഛൻ വരണം. അതൊരു ഇടദിവസമാണെങ്കിലും ഉൾഗ്രാമങ്ങളിൽ ഞായറും തിങ്കളുമൊക്കെ ഒരുപോലെ തന്നെയാണ്. വഴി അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിലും വരില്ലെന്ന് പറയാൻ തോന്നിയില്ല. 20 കിലോമീറ്റർ റോഡിൽ കൂടെ പോയാൽ മഷ്കാപ്പി ഗ്രാമത്തിലെത്തും. അവിടെ വണ്ടിയിട്ട് 15 മിനിറ്റ് നടന്നാൽ നദിക്കരയിലെത്തും. പിന്നെ 1 മണിക്കൂർ വഞ്ചിയിൽ ചിരിബീഹി നദിയിലൂടെ. തിരിച്ചുള്ള യാത്ര ഒഴുക്കിനെതിരായതുകൊണ്ട് കൂടുതൽ നേരമെടുക്കും. എങ്കിലും അവർ വഞ്ചിയുമായി കാത്തിരിക്കാമെങ്കിൽ സമ്മതമാണെന്ന് അറിയിച്ചു. ഞങ്ങളുടെ ഇടവകയോട് ചേർക്കപ്പെട്ടതിന് ശേഷം 2ാം പ്രാവശ്യമാണ് ആ ഗ്രാമത്തിലേക്ക് പോകുന്നത്. ആദ്യത്തെ യാത്രയിൽ ദൈവാനുഗ്രഹം കൊണ്ട് ആ വഴിക്ക് പോകുന്ന ഒരു ബോട്ട് ലഭിച്ചെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. വഞ്ചിയിലെ ഇരിപ്പത്ര സുഖമായില്ലെങ്കിലും തടസ്സങ്ങളില്ലാതെ ഞങ്ങൾ ഫാത്തിമ മാതാവിൻ്റെ പള്ളിയിലെത്തി. ഭാവികളുടെ മാനസാന്തരത്തിനായി തീഷ്ണമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ദേവാലയം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. പള്ളിപ്പണിയിൽ അവരെ സഹായിക്കാനാണെങ്കിൽ ദൂരെ കൂടുതലിനേക്കാൾ റോഡ് മാർഗത്തിൻ്റെ അഭാവം ഞങ്ങളെയും അലട്ടുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഈശോ വിളിച്ചത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളിയെ നവീകരിക്കാനായിരുന്നല്ലോ. അത് കല്ലിൽ തീർത്ത പള്ളികളെ അല്ല. ഇന്നും അതേ ആശയത്തിന് തന്നെയാണ് ഈശോ മുൻതൂക്കം നൽകുന്നുണ്ടായിരിക്കുക. മരത്തിലും കല്ലിലും എന്നതിനേക്കാൾ മനുഷ്യരിൽ തീർക്കപ്പെടുന്ന ശ്രീകോവിലുകൾ. പൗലോസ്ലീഹ പറഞ്ഞതും അതുതല്ലേ. തമ്പുരാന്റെ ആലയങ്ങളാണ് നാം ഓരോരുത്തരുമെന്ന്. കല്ലിൽ തീർത്ത പള്ളികൾ വേണം. എന്നാൽ നാം ഈശ്വര സാന്നിധ്യം വഹിക്കുന്ന ആലയങ്ങളാകുന്നില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് വിലപിടിച്ച കൽദേവാലയങ്ങൾ? ഇവിടെ ഞങ്ങളോട് കൂടെ നവീകരണത്തിന് ഇറങ്ങുന്നവർ പാവപ്പെട്ടവരായ ആത്മായർ തന്നെയാണ്. തങ്ങളുടെ 1-2 ദിവസത്തെ ഉപജീവനമാർഗം വെടിഞ്ഞും ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ അവർ തയ്യാറാണ്. വഞ്ചിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് കൂടുതൽ പേർ കൂട്ടത്തിൽ കൂടാഞ്ഞത്. എന്ത് പ്രതിഫലമായിരിക്കും ഇക്കൂട്ടർ പ്രതീക്ഷിക്കുക? ഈശോയുടെ കൂടെ നടന്ന സ്ലീഹന്മാരുടെ പ്രതിഫലം തന്നെ. ഇതിനിടയിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കസേര കിട്ടിയില്ലെങ്കിലും ആർക്കും ഒരു പരാതിയുമില്ല. കാരണം മറ്റു ദേവാലയങ്ങളെ നവീകരിക്കുവാൻ ഇറങ്ങുമ്പോൾ സ്വയവും ഒരു നവീകരണം നടക്കുന്നുണ്ടല്ലോ. ഈ നവീകരണം തന്നെയാണ് നടക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ ജീവിച്ചിരിക്കുന്ന ദേവാലയങ്ങളാകുവാൻ നാം ഓരോരുത്തരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.